ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് മാനേജ്മെൻറ്റ് രംഗത്തിലേക്ക് തീർച്ചയായിട്ടും ഒരു നല്ല കരിയർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐഡിയൽ ഓപ്ഷൻ എന്നുള്ളത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് തന്നെയാണ്. ഇതിൽ BBA നമുക്ക് ഏറ്റവും മുന്നിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു കോഴ്സുമാണ്. സോ ഇങ്ങനെ BBA പഠിച്ചതിന് ശേഷം ഇനി എന്ത് എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ഓപ്ഷൻ തരികയാണ് ആഫ്റ്റർ ഗ്രാജുവേഷൻ പ്രോഗ്രാം എന്ത് ചെയ്യണം എന്നുള്ളത്. മാസ്റ്റേഴ്സ് ചെയ്യണോ, സർട്ടിഫിക്കേഷൻസ് ചെയ്യണോ, ഡിപ്ലോമ ചെയ്യണോ, അതല്ല ജോബിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണോ എന്നുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ജോബ് നേടുക എന്നുള്ളത് തന്നെയാണ്. സോ ഇങ്ങനെ ജോബ് നേടുന്നതിൽ കൂടി നിങ്ങളുടെ എംപ്ലോയബിലിറ്റി പാരാമീറ്റേഴ്സ് കൂട്ടുന്നു, ആ രീതിയിലുള്ള കഴിവുകൾ, സ്കില്ലുകൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. സോ BBAയുടെ കാര്യത്തിലും വിഭിന്നമല്ല. സോ BBA പഠിച്ച് MBA ചെയ്യുന്നതിനേക്കാളും നല്ലത് BBAക്ക് ശേഷം ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക, ജോബ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതല്ല ആൾക്കാർ പറയുന്നത് MBA ചെയ്യുന്നതാണ് നല്ലത് വിത്തൗട്ട് ടേക്കിംഗ് ബ്രേക്ക്, അതായത് BBA കഴിഞ്ഞ ഉടനെ MBAയിലേക്ക് എൻറോൾ ചെയ്യണം എന്നാണോ പറയുന്നത് എന്നാണ് ഒരു വ്യൂവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നാട്ടുകാർ എന്തും പറയും, എല്ലാവരും പറയുന്നത് കേട്ട് നമുക്ക് നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് BBA. തീർച്ചയായിട്ടും ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജോലി നേടാനുള്ള സാഹചര്യം കൂടുതലാണ്. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ്, സെയിൽസ് പോലുള്ള ജോബുകൾക്ക് BBA ഗ്രാജുവേറ്റ്സിൻ്റെ ഡിമാൻഡ് വളരെ വളരെ കൂടുതലാണ് എന്ന് സത്യം മനസ്സിലാക്കുന്നതിൽ കൂടി. ചോദ്യം BBAക്ക് ശേഷം MBA ആണോ നല്ലത് എങ്കിൽ MBA നല്ലതാണ്. പക്ഷേ MBAക്ക് മുമ്പ് ജോബ് ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈലിൽ വേണം എന്നുള്ളത് തന്നെയാണ്.